ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കിച്ചനോട് ആരാണ് ഇതുപോലെ വേഷം കെട്ടാനായി വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ച് സ്വാതി കിച്ചനെ ചോദ്യം ചെയ്യുമ്പോൾ കിച്ചൻ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുന്നു. ഉടനെ സ്വാതി ചോദിച്ചു, എന്താ നിന്റെ യഥാർത്ഥ പേര്? കിച്ചൻ എന്നാണ് എന്ന് മറുപടി നൽകിയതും സ്വാതി ആകെ ടെൻഷനോട് ചോദിച്ചു, അപ്പോ നിന്നെ ആരാ എവിടേക്ക് പറഞ്ഞയച്ചത്? ലച്ചുവിന്റെ ഭർത്താവായി അഭിനയിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ കിച്ചൻ പറഞ്ഞു, അതിന് എന്നെ മംഗലശ്ശേരിയിലുള്ള ഒരാളാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത്. അതാരാണെന്ന് നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല എന്ന് സ്വാതിയോട് കർശനമായി കിച്ചൻ മറുപടി നൽകി. ഉടനെ കിച്ചനോട് സ്വാതി പറഞ്ഞു, നിന്നെ കൊണ്ട് ഞാനത് പറയിക്കും. മംഗലശ്ശേരിയിൽ ആരാ നിന്നോട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചതും കിച്ചൻ അറിയിച്ചു, അയാളെ കുറിച്ച് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ആരാണെന്ന് ഞാൻ പറയില്ല. പിന്നെ എന്നെ കൊണ്ട് പറയിച്ച് തീരൂ എന്നുള്ള വാശിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നുമല്ല. ഇത്രയും നേരമുള്ള എന്റെ പെരുമാറ്റം അത് വളരെ മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് പോകാനും എനിക്കറിയാം. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്റെ മര്യാദയുടെ രീതിയിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് കിച്ചൻ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കിച്ചന്റെ ആ വെല്ലുവിളി കേട്ട് സ്വാതി മറുപടി ഒന്നും പറയാതെ ആകെ എങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ആരായിരിക്കും മംഗലശ്ശേരിയിലുള്ള ആ ആള്? ലച്ചുവിന്റെ താലികെട്ട് രഹസ്യം മറ്റാരും അറിയരുത് എന്ന് ആവശ്യമുള്ള അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആ വ്യക്തി ആരായിരിക്കും എന്നോർത്ത് ആശങ്കയുടെ സ്വാധീനം നിൽക്കുമ്പോഴാണ് മംഗലശ്ശേരിയിൽ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ടെൻഷനിൽ ദിനേശൻ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ അവിടെ കാവേരി അപ്പച്ചി തനിക്കായി ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ വളരെ സ്വാദോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവേരി അപ്പച്ചിയെ നോക്കി രാജു അവിടെ നിൽക്കുമ്പോഴേക്കും രാജുവിനോട് കാവേരി പറഞ്ഞു, അല്ല, ലച്ചുവിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്നും സ്വാതി നമ്മളോട് പറഞ്ഞല്ലോ, അവള് അക്കാര്യമൊന്നും അറിയിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ദിനേശനെത്തി പറഞ്ഞത്, എല്ലാവരും കുടുങ്ങും, ഞാനും നീയും എല്ലാം കുടുങ്ങാൻ പോവാ. അത് കേട്ട ഉടനെ എന്താ ദിനേശേട്ടാ, എന്താ കാര്യം എന്ന് കാവേരി അന്വേഷിച്ചു. ദിനേശൻ പറഞ്ഞു, കാവേരി, വേറൊന്നും അല്ല, ആ സ്വാതി ഉണ്ടല്ലോ, സ്വാതി കിച്ചനെ കൊണ്ടാണ് അവിടെ മനയിലേക്ക് പോയത്. കിച്ചനെ കൊണ്ടുപോയതിന് പിന്നിലുള്ള കാരണം എന്തെന്നറിയുമോ എന്ന് ചോദിച്ചതും രാജു ചോദിച്ചു, അല്ല, കിച്ചനെ കൂട്ടിക്കൊണ്ടു വന്നാൽ അതുകൊണ്ട് യാതൊരു ഫലമില്ലാന്ന് ഒരു വട്ടം അറിഞ്ഞതല്ലേ സ്വാതി, പിന്നെ എന്തിനാ വീണ്ടും കിച്ചനെ കൊണ്ട് ലച്ചുവിന് അരികിലേക്ക് പോയത്? ലച്ചു പറയാൻ പോകുന്ന മറുപടി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ച ഉടനെ രാജു പറഞ്ഞു, അത് തന്നെയാണ് സ്വാതി വീണ്ടും ശ്രമിച്ചത്. സ്വാതി അവനുമായി നേരെ മനയിലേക്ക് എത്തി അവളുടെ മുന്നിൽ കിച്ചനുമായിട്ട് ചെല്ലുന്നു. കിച്ചനെ കണ്ട ഉടനെ ലച്ചു കിച്ചൻ തന്റെ ഭർത്താവല്ലെന്ന് അറിയിച്ചു വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്തു. അവസാനം സ്വാതിക്ക് സംശയം തോന്നിയത് കൊണ്ട് കിച്ചനെ ചോദ്യം ചെയ്തു. കിച്ചൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ലച്ചുവിനെ കിച്ചനല്ല വിവാഹം കഴിച്ചതെന്നും അത് മാത്രമല്ല മംഗലശ്ശേരിയിലുള്ള ഒരാള് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പോലും അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇത് കേട്ട ഉടനെ കാവേരി ഞെട്ടി. അയ്യോ, അപ്പൊ ദിനേശ് ചേട്ടനാണെന്നുള്ള കാര്യം അവൻ പറഞ്ഞോ എന്ന് ചോദിച്ചതും കാവേരിയോട് ദിനേശൻ പറഞ്ഞു, അക്കാര്യം അവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവൻ അവിടെ അങ്ങനെയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നമ്മൾ ഇനി പേടിക്കണം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാതി ഇനി അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിച്ചൻ അത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ അവൾ അന്വേഷിച്ച് കണ്ടെത്തും. അത് മാത്രമല്ല, പെരുവണ്ണാപുരത്ത് എത്തി കാര്യങ്ങൾ അന്വേഷിച്ചാൽ സ്വാതി ആ കാര്യം തിരിച്ചറിയില്ലേ? ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ വ്യക്തി ആരാണെന്ന് പെരുവണ്ണാപുരത്ത് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, ദൈവമേ, ഇതോടെ എല്ലാം അവസാനിക്കാൻ പോവുകയാണല്ലോ. എനിക്ക് ഒന്ന് ഓർത്തിട്ട് യാതൊരു സമാധാനവും കിട്ടുന്നില്ല. ഇനി എന്തൊക്കെയാ സംഭവിക്കുക? ശ്രീകുട്ടി എല്ലാം തിരിച്ചറിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നില്ലേ എല്ലാ കാര്യങ്ങളും? ഇത്രയും നാളും അവളിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചതിന്റെ പേരിൽ നമ്മൾ പോലും അവളുടെ മുന്നിൽ കുറ്റക്കാരാവില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ വിഷമത്തോടെ നിൽക്കുന്നു. ആ സമയത്ത് കാവേരിയുടെ ആ സങ്കടങ്ങളെല്ലാം കണ്ടതും ദിനേശൻ പറഞ്ഞു, ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതോടെ തകരാൻ പോവുകയാണ്. ഇനിയിപ്പോ എങ്ങനെ ഇവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാമെന്ന് എനിക്കറിയില്ല. എല്ലാം ഉടനെ തന്നെ സ്വാതി തിരിച്ചറിയും എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെട്ടതും സഞ്ജു ഈ സമയത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന ടെൻഷനിൽ അതിനെ നടക്കുമ്പോൾ കിച്ചൻ സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. സഞ്ജു കോൾ എടുത്തതും, കിച്ച, നീ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചു. ഞാൻ മനയിൽ തന്നെ ഉണ്ട്. ഒരു സംഭവം ഉണ്ടായി സഞ്ജു. എനിക്ക് സ്വാതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. സ്വാതിയോട് എനിക്ക് സത്യം പറയേണ്ടി വന്നു. ലച്ചുവിന്റെ കഴുത്തിൽ ഞാനല്ല താലി കെട്ടിയതെന്നും മനയിലുള്ള മംഗലശ്ശേരിയിലുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ സഞ്ജു ആകെ ടെൻഷനിലായി. നീ എല്ലാം സ്വാതിയോട് പറഞ്ഞോ? നീ എന്തു മണ്ടത്തര കിച്ച കാണിച്ചത് എന്ന് പറഞ്ഞതും കിച്ചൻ പറഞ്ഞു, എനിക്ക് അല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ എല്ലാ വിവരങ്ങളും പെരുവണ്ണാപുരത്തുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞപ്പോ
അവസാനം അതിൽ നിന്ന് രക്ഷ നേടാൻ ഇതല്ലാതെ വേറൊരു പോംവഴിയില്ല എന്ന് കരുതി. അപ്പോഴേക്കും സ്വാതി സഞ്ജുവിന്റെ അരികിലേക്ക് എത്തുന്നു. സഞ്ജു പറഞ്ഞു, ഇനിയിപ്പോ അവൾക്ക് എല്ലാവരെയും സംശയമാവില്ലേ? അവൾ ഒരിക്കലും ഞങ്ങളെ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി എന്താ ചെയ്യുക കിച്ച? ഇത് വലിയൊരു ചതിയായി പോയല്ലോ എന്നെല്ലാം പറഞ്ഞ് സഞ്ജു ടെൻഷനോടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാതി പിന്നിൽ നിന്ന് തന്നെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് സ്വാതിക്ക് മനസ്സിലാവുന്നു. സഞ്ജു പറഞ്ഞു, ശരി, ഇത്രത്തോളം വലിയൊരു ചതി നീ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നെല്ലാം പറഞ്ഞ് സഞ്ജു കിച്ചനോട് ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് സ്വാതി പിന്നിൽ വന്ന് നിൽക്കുന്നത് സഞ്ജു പെട്ടെന്ന് പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു. എന്നാൽ ശരി, ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് സഞ്ജു വേഗം ഫോൺ വെച്ചു. അപ്പോഴേക്കും സ്വാതി എല്ലാം കേട്ടിട്ടുണ്ടാവുമോ എന്ന ടെൻഷനിലായിരുന്നു സഞ്ജു. സഞ്ജു ആകെ ടെൻഷൻ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാതി അരികിലേക്ക് വന്നു. സ്വാതി തന്റെ മുന്നിലേക്ക് വരുന്നുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്ന സഞ്ജു എന്തായിരിക്കും സ്വാതി ചോദിക്കുക എന്ന ടെൻഷൻ അങ്ങ് നിൽക്കുമ്പോൾ സഞ്ജു ആരാ വിളിച്ചത് എന്ന് ചോദിച്ചു. അത് പിന്നെ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നാ എന്ന് പറഞ്ഞതും, എന്നിട്ട് എന്റെ കാര്യമാണല്ലോ സംസാരിച്ചത്, സ്വാതി അവൾ അറിഞ്ഞോ, അവളോട് എല്ലാം പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സഞ്ജു പറഞ്ഞു, അത് പിന്നെ വിളിച്ചതേ അപ്പച്ചിയായിരുന്നു, കവിത അപ്പച്ചി. ഇവിടെ ലച്ചുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, ലച്ചുവിനെ ചികിത്സയ്ക്ക് കയറ്റിയോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതൊന്നും ഞാൻ അവരോട് പറയാൻ തയ്യാറായില്ല. എനിക്ക് വല്ലാത്തൊരു ടെൻഷനായി. ഇവിടെ സ്വാതി ഉണ്ടല്ലോ, വേഗം ഓഫീസിലേക്ക് വരുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ടും സഞ്ജുവിന്റെ ആ മറുപടി കേട്ട് സ്വാതി പറഞ്ഞു, അല്ല ലച്ചുവിന്റെ എന്തോ കാര്യമാണ് സഞ്ജു പറഞ്ഞെന്ന് എനിക്ക് തോന്നി. ഉടനെ സഞ്ജു പറഞ്ഞു, ലച്ചുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇവിടേക്ക് അപ്പച്ചിക്ക് വരണമെന്ന്. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാവല്ലോ. ലച്ചുവിന്റെ മുന്നിൽ വന്ന് അവരെന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന്. ലച്ചുവിന് പഴയ ഓർമ്മ തിരിച്ചു കിട്ടരുതെന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം. എന്തായാലും എനിക്കൊട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വാതിയോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതൊക്കെ ഇരിക്കട്ടെ, ലച്ചു നീ ലച്ചുവിനുള്ള മരുന്ന് കൊടുത്തു സ്വാതി എന്ന് ചോദിച്ചതും സഞ്ജു അത് ചോദിച്ചത് കേട്ട് ലച്ചു പെട്ടെന്ന് നീട്ടി. അയ്യോ, ഞാൻ അക്കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞതും സഞ്ജു പറഞ്ഞു, എന്നാ വേഗം ചെന്ന് മരുന്ന് കൊടുക്ക്, അവളുടെ ഓർമ്മ നമുക്ക് വേഗം തിരിച്ചു കിട്ടണ്ടല്ലേ, ചികിത്സയിൽ മുടക്കം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞതും അയ്യോ ശരി സഞ്ജു എന്ന് പറഞ്ഞ് അവിടുന്ന് സ്വാതി പോകുമ്പോൾ സഞ്ജു ആശ്വസിച്ചു. ഓ, തൽക്കാലം രക്ഷപ്പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇതുപോലെയുള്ള അവസ്ഥയിൽ ഇനിയും ഓരോരോ പ്രശ്നങ്ങൾ വന്നു ചേർന്ന എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? എന്താ ഇനിയൊരു മാർഗം എന്നെല്ലാം ആലോചിച്ച് ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് സഞ്ജു. അപ്പോഴേക്കും സ്വാതി ലച്ചുവിനുള്ള മരുന്നെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും വലിയ ആലോചന നിൽക്കുന്നത് കണ്ട് അവിടേക്ക് പ്രഭ എത്തുന്നു. പ്രഭ എന്ന് ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി? മോളെന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഉടനെ ലച്ചു പറഞ്ഞു, അത് പിന്നച്ച വേറൊന്നും അല്ല, എനിക്ക് ആകെ ഒരു സംശയം. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കിച്ചൻ പറഞ്ഞ കാര്യങ്ങളാണ്. കിച്ചൻ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല എന്നുള്ള സത്യം അവൻ എന്നോട് പറഞ്ഞു. അവനെ കൊണ്ട് ഞാൻ പറയിച്ചു. പിന്നെ അവൻ പറഞ്ഞത് അവനോട് ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞത് മംഗലശ്ശേരിയിലുള്ള ആരോ ആണെന്നാണ്. അക്കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ആരായിരിക്കും വെച്ചാൽ ലച്ചുവിന്റെ വിവാഹക്കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് ഇത്രയും ആവശ്യമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആ വ്യക്തി മംഗലശ്ശേരിയിൽ ആരായിരിക്കും എന്ന് സഞ്ജുവിനെ കുറിച്ച് യാതൊരു സംശയമില്ലാതെ. എന്നാൽ മറ്റാരാണ് അതിൽ ഇത്രത്തോളം കൈകടത്തിയിട്ടുണ്ടാവുക എന്ന സംശയത്തോടെ സ്വാതി പ്രഭയോട് സംസാരിച്ചു. സത്യങ്ങൾ അറിയാവുന്ന പ്രഭ ആകെ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോ സ്വാതി പറഞ്ഞു, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? നമുക്കിതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണ്ടേ, ലച്ചുവിന്റെ ഓർമ്മ നേടിയെടുക്കണ്ടേ എന്ന് ചോദിച്ചതും പ്രഭു പറഞ്ഞു, മോളെ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്തണം. അതിനു മുൻപ് നമുക്ക് ആദ്യം വേണ്ടത് ലച്ചുവിനെ ആ പഴയ ഓർമ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ. അവൾക്ക് അന്ന് ആ ബോധം ഉണ്ടായിരുന്ന സമയത്ത് കിച്ചനാണ് അവളുടെ ഭർത്താവെന്ന് അവൾ സമ്മതിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവൾ അത് സമ്മതിച്ചു തരുന്നുമില്ല. അതാണ് എന്നെ വല്ലാത്ത കൺഫ്യൂഷൻ ആക്കുന്നത് എന്ന് സ്വാതി പ്രഭയോട് അറിയിച്ചു. അപ്പോഴേക്കും പ്രഭു പറഞ്ഞു, മോളെ, എന്തായാലും ലച്ചുവിന്റെ ഓർമ്മ മടക്കി കിട്ടിയാലല്ലേ കൃത്യമായ വിവരങ്ങൾ നമുക്ക് നേടിയെടുക്കാനാവും. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ലച്ചുവിന്റെ ഓർമ്മ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതല്ലേ വേണ്ടത് എന്ന് ചോദിച്ചിട്ടും അതാണ് അച്ഛാ ശരി, അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ എങ്കിലും ഇതിനു മുന്നിൽ മംഗലശ്ശേരിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. ഞാൻ ഉടനെ തന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് സ്വാതി ഉടനെ പോകുമ്പോ പ്രഭ വീണ്ടും അത് കണ്ടെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ കുറിച്ച് ഓർത്ത് ടെൻഷനിലാവുന്നു. അതിനുശേഷം കവിത നേരെ മൂസദിന്റെ മനയിലേക്ക് എത്തുന്നു. അവിടെ വന്നിറങ്ങിയതും കൊള്ളാം, നല്ല അന്തരീക്ഷമാണല്ലോ. ഇവിടെ മൂസദിന്റെ ചികിത്സ നടന്നാൽ തീർച്ചയായിട്ടും ലച്ചു ആ പഴയ ഓർമ്മയിലേക്ക് മടങ്ങിയെത്തും, അത് തീർച്ച എന്ന് സന്തോഷത്തോടെ ആലോചിച്ചുകൊണ്ട് കവിത അങ്ങനെ നിന്നു. കവിത തന്റെ കയ്യിലിരുന്ന ആ ടാബ്ലറ്റ് എടുത്തിട്ട് പറഞ്ഞു, മോളെ, നിന്നെ ഓർമ്മ അങ്ങനെ തിരികെ കിട്ടാൻ ഞാൻ സമ്മതിക്കുവോ? അങ്ങനെ ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നിനക്കുള്ളതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ കാണാനായി വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ രോഗിയെ കാണുമ്പോ? അതുപോലെ നിന്നെ കാണാൻ വന്നപ്പോ നിനക്കായി ഞാൻ കൊണ്ടുവന്നതാണ്
ഈ സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇത് പൊന്നുമോള് കഴിച്ചാൽ പിന്നെ നിന്റെ ഇപ്പോഴുള്ള ഓർമ്മ ഇനി ഒരിക്കലും മടങ്ങി വരാൻ പോകുന്നില്ല. ഉള്ള ഓർമ്മ കൂടി നിനക്ക് നഷ്ടമാവും. എന്നേക്കുമായി ഓർമ്മ നഷ്ടപ്പെട്ടവളെ പോലെ നീ ജീവിക്കും. അതാണ് നിനക്ക് ഞാൻ വിധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കരുതി വെച്ചിരിക്കുന്ന വിധി. അത് നീ തീർച്ചയായിട്ടും ഏറ്റെടുക്കുക തന്നെ വേണം ലച്ചു എന്ന് പറഞ്ഞ് മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിൽക്കുകയാണ് കവിത. അപ്പോഴേക്കും ലച്ചുവിനുള്ള മരുന്നുമൊക്കെയായിട്ട് ഭക്ഷണവുമായിട്ട് അവിടേക്ക് സ്വാതി എത്തി. ലച്ചു നല്ല മയക്കത്തിലാണെന്ന് കണ്ടതോടെ അവിടെ വന്ന് സ്വാതി ലച്ചുവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, പാവം കുട്ടി, നന്നായി ഉറങ്ങുക, ഉറങ്ങിക്കോട്ടെ. എത്ര ചികിത്സിച്ചാലും എൻ്റെ മോളുടെ രോഗം ഭേദമായി നീ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരണം. അതുമാത്രമാണ് ഈ ചേച്ചിയുടെ ആഗ്രഹം. നിന്റെ ഓർമ്മകൾ നിനക്ക് വീണ്ടെടുക്കാൻ കഴിയണം. നീ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് നീങ്ങുന്നത് എനിക്ക് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല മോളെ എന്ന് മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കി ചിരിച്ച് സ്വാതി എന്തായാലും ഒന്ന് മയങ്ങിക്കോട്ടെ എന്നോർത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മരുന്ന് നേരെ ആ ടേബിളിന് മുകളിലേക്ക് വെച്ചു. അതിനുശേഷം മറ്റൊന്നും ആലോചിക്കാതെ സ്വാതി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. സ്വാതി ഇവിടെ നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ കവിത മനഃപൂർവ്വം അവിടെ മറിഞ്ഞു നിന്നു. സ്വാതി ലച്ചുവിനെ നോക്കിയതിനു ശേഷം വേഗം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കവിത അവിടെ നിൽക്കുന്നത് സ്വാതി കാണാനിടയാകുന്നു. ആഹാ, ഇതെന്താ ഇളയമ്മ ലച്ചുവിനെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വാതി അരികിലേക്ക് എത്തി. ഉടനെ കവിത പറഞ്ഞു, അതെ, ലച്ചു ഇവിടെ വന്ന് ചികിത്സ തുടങ്ങിയെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഒന്ന് ലച്ചുവിനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി അതാ ഞാൻ വന്നത് എന്ന് കവിത അറിയിച്ചതും സ്വാതി പറഞ്ഞു, എന്തായാലും ഇളയമ്മ വന്നല്ലോ, അവളിപ്പോൾ മയങ്ങുകയാണ്, ഇളയമ്മയെ ഇപ്പോൾ അവളെ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞതും കവിത പറഞ്ഞു, ഏയ്, എനിക്ക് അവളെ ഞാൻ വിളിച്ചുണർത്താനൊന്നും പോകുന്നില്ല. എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവളോട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടട്ടെ, അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്, പാവം കുട്ടി എന്ന് പറഞ്ഞ് വലിയ സഹതാപത്തോടെയൊക്കെ സംസാരിച്ചുകൊണ്ട് കവിത അങ്ങ് നിൽക്കുമ്പോൾ സ്വാതി പറഞ്ഞു, അതെ, അവൾ നല്ല മയക്കത്തിലാണ്, അല്പം കഴിയുമ്പോൾ ഉണരും, അപ്പോ ഇളയമ്മയെ കണ്ടോളും എന്ന് പറഞ്ഞതും എന്തായാലും എനിക്ക് മൂസന്റെ അടുത്ത് വരെ ഒന്ന് പോണം, അതുകൊണ്ട് ഇളയമ്മ വേണമെങ്കിൽ ലച്ചുവിനെ കയറി കണ്ടോ എന്ന് പറഞ്ഞ് സ്വാതി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും കവിത പറഞ്ഞു, ശരി മോള് വെക്കോ, മോൾക്ക് ധൃതിയുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലച്ചുവിൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് കവിത പൊയ്ക്കോളാനായി സ്വാതിയോട് പറയുന്നു. സ്വാതി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കവിത വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി. ആഹാ, നീ നല്ല ഉറക്കത്തിലാണല്ലേ, ഉറങ്ങിക്കോ, ഒരു പ്രശ്നവുമില്ല, ഇനി നീ ഈ ഉറക്കം വിട്ട് ഉണരരുതെന്ന് മാത്രമേ ഉള്ളൂ, നിനക്കുള്ള സമ്മാനവുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കവിത തൻ്റെ കയ്യിലിരുന്ന ആ ടാബ്ലറ്റ് പതുക്കെ എടുക്കുന്നു. ആ ടാബ്ലറ്റ് കയ്യിലേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ ആ കവറിൽ നിന്ന് ആ സ്ട്രിപ്പ് എടുത്തിട്ട് അത് നേരെ ഓരോന്നും അവിടെ വെച്ചിരിക്കുന്ന ആ മരുന്നിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആരും അറിയാതെ പതുക്കെ അത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ട്രിപ്പ് കവറിന്റെ പുറത്ത് കവിത ചേർത്ത് പിടിച്ചതുകൊണ്ട് കവിതയുടെ കയ്യിൽ നിന്ന് സ്ട്രിപ്പ് പതുക്കെ ആ നിലത്തേക്ക് വീഴുന്നു. ആ മരുന്നിന്റെ സ്ട്രിപ്പ് കൃത്യമായി താഴെ വീണതറിയാതെ കവിത ഈ കാഴ്ച ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പെട്ടെന്ന് പമ്മി നോക്കിക്കൊണ്ട് ആ കുടിക്കാനായി ലച്ചുവിനെ കൊണ്ടുവന്ന് വെച്ച ആ മരുന്ന് അതേപോലെ തന്നെ ഭദ്രമായി അവിടെ തിരികെ വെക്കുന്നു.